നമ്മുടെ കേരളം ഇതുവരെ അനുഭവിക്കാത്ത ഒരു വേനൽക്കാലമാണല്ലോ കടന്നുപോയത്. ഇത്രയും കൊടിയൊരു വേനൽ മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇതുപോലെ ഒരു ഗ്രാമത്തിൽ ഒരു കൊടിയ വേനൽ വന്നു. ഗ്രാമവാസികളെല്ലാം വെള്ളമില്ലാതെ വലഞ്ഞു, മഴയില്ലാതെ കുടുങ്ങി. അവസാനം അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, ഒരു പ്രാർത്ഥന സദസ്സ് നടത്തുക. അതിനുവേണ്ടി സന്യാസി വര്യന്മാരെ പോയി കണ്ടു. 3 ദിവസത്തെ പ്രാർത്ഥന സദസ്സ് നടത്താനാണ് തീരുമാനിച്ചത്. 2 ദിവസം വളരെ ഗംഭീരമായി പ്രാർത്ഥന നടന്നു. 2ാമത്തെ ദിവസം വൈകുന്നേരം സന്യാസിമാർ പറഞ്ഞു, നാളത്തെ പ്രാർത്ഥനയോടുകൂടി മഴ പെയ്യും. പിറ്റേ ദിവസം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് 3ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. പോകുന്ന കൂട്ടത്തിൽ ഒരു 10 വയസ്സുകാരനുണ്ട്. അവൻ്റെ കയ്യിൽ കക്ഷത്തിൽ ഒരു കൊടയുണ്ടായിരുന്നു. ഈ കൊട കണ്ട് കുറേ പേര് അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. 3ാം ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഴ പെയ്തോ പെയ്തില്ലയോ അതവിടെ നിൽക്കട്ടെ. 2 ദിവസമായി തങ്ങൾ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്, മഴ പെയ്യാൻ. ആ പ്രാർത്ഥനയ്ക്ക് 3ാമത്തെ ദിവസം ഗുണം കിട്ടുമോ ഫലം കിട്ടുമോ എന്ന് വിശ്വാസമില്ലാതെയാണ് 3ാം ദിവസം എല്ലാ ഗ്രാമവാസികളും പ്രാർത്ഥനാ സദസ്സിന് പോയത്. എന്നാൽ ഒരു കുട്ടി മാത്രമാണ് അന്ന് മഴ പെയ്യും, താൻ 2 ദിവസമായി നടത്തി വന്ന പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും എന്ന് വിശ്വസിച്ച് കക്ഷത്തിൽ ഒരു കൊടയും എടുത്തിട്ട് പ്രാർത്ഥനയ്ക്ക് പോയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ വിശ്വാസം, നമ്മുടെ പങ്കാളിയോടുള്ള വിശ്വാസം, അതിനൊക്കെ അപ്പുറം നമുക്ക് നമ്മോട് തന്നെയുള്ള വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം വേണ്ടേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ?